ഇപ്പോൾ പുറത്തിറങ്ങിയാണ് തിയേറ്ററിൽ വന്നിരിക്കുകയാണ്. പക്ഷേ കൈ നീട്ടി സ്വീകരിച്ചു. എന്താണ് പറയാൻ സാധിക്കും? പടം കണ്ടോ? പടം കണ്ടു. രോമാഞ്ചായി. തിയേറ്ററിൽ പോയി കാണുക. തിയേറ്റർ ഫീലുള്ള ഇപ്പോൾ ഒരു ക്ലാസ് മൂവിയാണ്. അപ്പം അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അല്ലാണ്ട് നമുക്കൊരു കഥ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഇതിന് മുന്നുള്ള പ്രൊമോഷണൽ ഇൻ്റർവ്യൂവിൽ ഞങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ഇത് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട, കണ്ട് മനസ്സിലാക്കേണ്ട ഒരു സിനിമ. എല്ലാവരും പറയുന്നത് ക്ലൈമാക്സിനെ കുറിച്ചാണ്. ഗൂസ് ബംസ്. വേറെ എന്താണ് പോയി ഷൂട്ടിൻ്റെ എക്സ്പീരിയൻസിൽ ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് ചെയ്തതാണ്. കാരണം ആ പടം കാണുമ്പോൾ അറിയാം ചെയ്ത സ്ഥലങ്ങളും അതിൻ്റെ അകത്തുള്ള പരിപാടികളൊക്കെ. കാരണം ഒരുപാട് റിസ്ക് എലിമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ആ സമയത്ത് റെഡ് അലേർട്ടായിരുന്നു. അല്ലെങ്കിൽ ഭയങ്കര മഴയും കാറ്റും പരിപാടിയൊക്കെ ഉള്ള സമയത്താണ് ഇതിൻ്റെയൊക്കെ ഷൂട്ട് നടന്നു പോയത്. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ആ എഫേർട്ടിനുള്ള റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. താങ്ക് യു. വളരെ സന്തോഷം. കാരണം വെച്ചാൽ കിഷ്കിന്ധകാണ്ഡം പടത്തിൽ ഇന്ന് ആസിഫിൻ്റെ ഏട്ടനായിട്ട് ആ വീഡിയോ കോളിൽ വരുന്ന ആളായിട്ട് എന്നെ വിളിച്ചായിരുന്നു. ആ സമയത്ത് തുടരുമുള്ളതിനെ കൊണ്ട് പോകാൻ പറ്റിയില്ല. ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. ആ വിഷമം ഇതിലങ്ങോട്ട് മാറ്റി കിട്ടി. കാരണം വെച്ചാൽ നല്ലൊരു ക്യാരക്ടർ അഭിനയിക്കാൻ വിളിച്ചു. നന്നായി ചെയ്യാൻ പറ്റി. പടം കണ്ടില്ലേ? നല്ല എഫേർട്ടും പരിപാടിയും എടുത്ത് അവർ ഭയങ്കര ബാഹുലാണെങ്കിലും രഞ്ജിത്താണെങ്കിലും സൂരജ്, അതിൻ്റെ എഡിറ്റർ, മ്യൂസിക്, മുജീബ്, ഒന്നും പറയാനില്ല. അടിപൊളി. ചേട്ടൻ്റെ ക്യാരക്ടറായാലും നമ്മൾ എല്ലാ ക്യാരക്ടേഴ്സും ട്വിസ്റ്റ് കൊണ്ടുവരുന്ന ക്യാരക്ടേഴ്സാണ്. ചേട്ടൻ്റെ ക്യാരക്ടർ അതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. ആ ട്വിസ്റ്റ് ഇപ്പം പറയാൻ പറ്റുമോ? സിനിമ കാണാത്ത ആൾക്കാർ ഒരുപാട് പേരില്ലേ. അവർ സിനിമ കാണട്ടെ. നല്ലൊരു സിനിമയാണ് ചെയ്തു വെച്ചത്. ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ചെയ്ത സിനിമയാണ്. അതുകൊണ്ട് തിയേറ്ററിൽ പോയി കാണുക സിനിമ. മലയാള സിനിമ എന്നും എല്ലാവരും ഞെട്ടിച്ചിട്ട് തന്നെയുള്ളൂ. ഡേ ബൈ ഡേയിലേക്ക് നമ്മൾ പുതിയ തലങ്ങളിലേക്ക് പോകുന്നു. പുതിയ രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നു. പുതിയ കഥകൾ കൊണ്ടുവരുന്നു. ഇവിടെയല്ല വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നല്ല ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പം സന്ദീപ് ഉണ്ട്. യങ് ആക്ടേഴ്സിലേക്ക് മേലോട്ട് കയറി വരും. അതുപോലെ നമ്മുടെ ഇൻഡസ്ട്രി അത്രയും മുന്നോട്ട് വരുന്നുണ്ട്. നമുക്കതാ വേണ്ട. ഇൻഡസ്ട്രി വലുതാവണം. ഇൻഡസ്ട്രിയിൽ നല്ല സിനിമകൾ വരണം. അപ്പോഴേ കാര്യമുള്ളൂ. അപ്പോഴേ ജോലി നടക്കും. താങ്ക് യു.